വാസ്തവത്തിൽ നിങ്ങൾ നോക്കിയാലേ ഹിന്ദുത്വം എവിടെ നിന്നാണ് വളരുന്നത്? അതുകൂടി പറഞ്ഞ അവസാനം. കേരളത്തിൽ ഇപ്പൊ ഹിന്ദുത്വത്തിന് 20% ഒട്ടായി, 25% എന്നാണ് ഇപ്പോ മൂപ്പര് ഒന്ന് പറഞ്ഞിട്ട് പോയിട്ടുള്ളത്. ഈ 20% വോട്ട് ഏത് മണ്ഡലത്തിൽ നിന്നാണ് അവർ ആർജിക്കുന്നത്? കേരളത്തിലെ കർഷകർക്ക് വേണ്ടിയിട്ടോ, തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടോ, യുവാക്കൾക്ക് വേണ്ടിയിട്ടോ, കേരളത്തിലെ മനുഷ്യന്മാർക്ക് വേണ്ടി അടിസ്ഥാനപരമായി എന്തെങ്കിലും സമരം നടത്തിയിട്ടാണോ? ഒന്നുമല്ല. മറിച്ച് ഈ ഉള്ളിൽ കിടക്കുന്ന പകയെ, വിദ്വേഷത്തെ ആകാവുന്നത്ര പൊലിപ്പിച്ചെടുത്ത് അതിനെ ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് എന്ന നിലയ്ക്ക് മുമ്പോട്ട് കൊണ്ടുപോയി. അപ്പൊ നമ്മൾ കരുതി ഇവരുണ്ടാക്കിയതാണ്. ഇവരുണ്ടാക്കിയതല്ല. ഇവരതിനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നു. വേര് പക്ഷെ കുറച്ചുകൂടി പഴക്കമുള്ളതാണ്. ആ പഴക്കമുള്ള വേരിനെ തൊടാൻ പാകത്തിനുള്ള ഒരു കൗണ്ടർ മെത്തേഡ് വാസ്തവത്തിൽ നമ്മുടെ റെസിസ്റ്റൻസിനില്ല. നമ്മൾ ചെയ്യുന്ന റെസിസ്റ്റൻസിന്റെ പരിമിതി എന്താണെന്ന് വെച്ചാൽ ഈ പൊളിറ്റിക്കലായ മാനിഫെസ്റ്റേഷന്റെ തലത്തിലാണ് യുദ്ധം മുഴുവൻ. വേര് ഒരനക്കവും ഇല്ലാതെ, ഒരു അലോസരവും ഇല്ലാതെ തുടരുകയാണ്. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ തോറ്റാലും വർഗീയത തോക്കാത്തത്. തെരഞ്ഞെടുപ്പിൽ തോക്കാം. 84 BJPക്ക് 2 സീറ്റേ ഉള്ളൂ. 91 160 സീറ്റായി. ആലോചിച്ച് നോക്കൂ. 6-7 കൊല്ലം. ഇന്ദിരാഗാന്ധി മരിച്ച കൊല്ലം 2 സീറ്റേ ഉള്ളൂ. 91 160 സീറ്റ്. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ 160 സീറ്റിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടാൻ പാകത്തിന് ഒരു പൊട്ടൻഷ്യൽ ഇൻഹറന്റ് ആയിട്ട് ഇവിടെ ഉണ്ടെന്നാണ്. അതെവിടെ നിന്ന് വന്നു എന്നുള്ള ചോദ്യമാണിത്. ആ ചോദ്യം നോക്കുമ്പോഴാണ് 19ാം നൂറ്റാണ്ടിലെ ഇന്ത്യയുടെ ആധുനികീകരണ പ്രക്രിയ, മോഡേണൈസേഷൻ ഓഫ് ദി ഇന്ത്യൻ നേഷൻ എന്ന് പറയുന്നത് തന്നെ, അല്ലെങ്കിൽ ഇന്ത്യൻ നേഷന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നതിനുള്ളിൽ തന്നെ ഈ പ്രോബ്ലം ഉണ്ടെന്ന്. അങ്ങനെ രൂപപ്പെട്ട വർഗീയ സ്വത്വമാണ് വാസ്തവത്തിൽ നമ്മൾ ആധുനികം എന്ന പേരിൽ എറിയും കുറഞ്ഞും കൊണ്ടു നടക്കുന്നതാണ്. അതിപ്പോ പെട്ടെന്ന് ഒരു ശബരിമല നടക്കുന്ന സമയത്ത് എല്ലാവരും ചാടിപ്പുറപ്പെടും. അപ്പൊ ഇത് പ്രവർത്തിക്കും. അപ്പൊ നമ്മുടെ അതുവരെയുള്ള മറ്റൊരു യുക്തിക്കും അവിടെ ഇടയില്ലാണ്ടാവും. ആർത്തവാശുദ്ധ എന്ന് പറഞ്ഞിട്ട് MSc സുവോളജി ഒക്കെ പാസ്സായവർ നിരനിരയായിട്ട് റോട്ടിൽ ഇറങ്ങും. അപ്പൊ സുവോളജിക്ക് എന്ത് പറ്റും? സുവോളജി പോയ വഴി പോകും. അങ്ങനെ എന്തെല്ലാം പോയ വഴി പോയി. നോക്കൂ, ഇന്ത്യയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ മധ്യവർഗം ആർജിച്ച വിജ്ഞാനവും അവരുടെ സാമൂഹ്യബോധവും തമ്മിൽ താരതമ്യപ്പെടുത്തിയാൽ ഇത്ര ഭീമാകാരമായ നിലയിൽ അറിവിനെ തലയിച്ചിടാൻ പറ്റിയ ഒരു ജനതയും ലോകത്തില്ല.